സംഗമം ധൂർത്താണോ? നമുക്കറിയാം, പിണറായി വിജയൻ നടത്തുന്ന എല്ലാ പരിപാടികളും ധൂർത്ത് തന്നെയാണ്. അതും പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും എടുത്ത് ചിലവഴിച്ച് നടക്കുന്ന രാജാപ്പാട്ട് പരിപാടികൾ. എന്നാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ധൂർത്താണോ? ഇത് ധൂർത്താണോ? അതുപോലെ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന റീസെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അയ്യപ്പ സംഗമം. അപ്പൊ അയ്യപ്പ സംഗമത്തിന് പണം മുടക്കിയത് ആരാണ്? CPM ആണോ? പാർട്ടി ഫണ്ട് ആണോ പാർട്ടി PR-ന് വേണ്ടി ഉപയോഗിച്ചത്? അല്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാതൃഭൂമി ന്യൂസ് പുറത്തു വിട്ടിരിക്കുന്നത് അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡിൽ നിന്നും എടുത്ത് ചിലവഴിച്ച തുകയുടെ ഒരു ബില്ലിന്റെ കണക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 3 കോടി രൂപ ദേവസ്വം ബോർഡിൽ നിന്നും എടുത്തിട്ടാണ് അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ദേവസ്വം ബോർഡിലെ പണം ക്ഷേത്രത്തിന്റെ ഭൗതികമായിട്ടുള്ള പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്ന കോടതി വിധി ഉണ്ടായിരിക്കെ അയ്യപ്പന്റെ ശബരിമല വികസിപ്പിക്കാനാണ് എന്നൊരു പറച്ചിൽ കൊണ്ടുവന്ന് അങ്ങനെ ആക്കി തീർത്ത് ദേവസ്വം ബോർഡിൽ നിന്ന് 3 കോടി രൂപ എടുത്തിരിക്കുകയാണ് ഈ പരിപാടിക്ക് വേണ്ടി. ഇനി വേറൊരു രസം കേൾക്കുക. ഈ അയ്യപ്പ സംഗമത്തിന് പങ്കെടുക്കാൻ വന്നവര് താമസിച്ചത് എവിടെയാണെന്നറിയോ? കുമരകത്തുള്ള റിസോർട്ടുകൾ. പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിന് എന്തിനാണ് കുമരകത്ത് വന്ന് താമസിക്കുന്നത്? ഇതിൽ തന്നെ നിങ്ങൾക്ക് കാര്യം വ്യക്തമാണല്ലോ. അയ്യപ്പ സംഗമത്തിനാണോ വന്നത് അതോ മറ്റേതെങ്കിലും സുഖിപ്പിക്കലിനാണോ എന്ന്. 8 ലക്ഷം രൂപ വരെ അഡ്വാൻസ് ഇനത്തിൽ ഈ ദേവസ്വം ബോർഡിൽ നിന്നും എടുത്ത് ഈ പറയുന്ന റിസോർട്ടുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഗോകുലം ഗോപാലിന്റെ റിസോർട്ട് ഉണ്ട്, അതുപോലുള്ള നല്ല റിസോർട്ടുകൾ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ എല്ലാം താമസിച്ചുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിന് ആളുകൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, CPM നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാറ്റിനം സ്വാമി, ഗോൾഡ് സ്വാമി, സിൽവർ സ്വാമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ കാശുകാരായിട്ടുള്ള സ്വാമിമാരെയാണ് ഇവർ അയ്യപ്പ സംഗമത്തിന് കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് റിസോർട്ട് തന്നെ വേണമല്ലോ. പക്ഷെ ഇതെല്ലാം ആരുടെ പണം? ചോദ്യം അതാണ്. വിശ്വാസികളുടെ പണം. CPM എന്ന നിരീശ്വരവാദികളുടെ പാർട്ടി അവരുടെ PR-ന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ വിശ്വാസികളുടെ വിശ്വാസത്തിന് ഇവിടെ എന്താണ് വില? ചോദ്യം ചെയ്യപ്പെടേണ്ടത് അതിനെയല്ലേ? ഇങ്ങനെ ഒരു ധൈര്യം ഒരു പള്ളിയിലോ ഒരു മോസ്കിലോ പിണറായി വിജയൻ കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടില്ല? എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും അധികം കാര്യങ്ങൾ ചെയ്യാൻ ഒരു മനുഷ്യന് ധൈര്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എനിക്കതാണ് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?